ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു കല്യാണത്തിന് പോയാലോ? ചെന്നപ്പോ തന്നെ ഫുഡിന്റെ സെക്ഷൻ ഫുൾ പരിചിത മുഖങ്ങളായിരുന്നു. നമുക്കും ഫുഡ് കഴിക്കണ്ടേ, ഇങ്ങനെ നിന്നാ പോരല്ലോ. അങ്ങനെ ഞങ്ങളും പോയി ഫുഡ് കഴിച്ചിട്ട് പുറത്തു വന്നു. വീട്ടിൽ സ്വന്തം ഉണ്ടാക്കി കുടിക്കുന്ന ചായക്ക് അത്ര ടേസ്റ്റ് പോരാത്തോണ്ടാന്ന് തോന്നുന്നു. നെസ്യാമി ചായയുടെ സെക്ഷനിൽ തന്നെ. മാമി തന്നെ ഇന്ന് ചായ കുടിക്കാണ്ട് സങ്കടം തോന്നിട്ടാന്ന് തോന്നുന്നു. ചിയേഴ്സ് അടിക്കാൻ അപ്പൊ തന്നെ റിസ്വാനത്തായി എത്തി. അടുത്തത് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ മാമാടെ എൻട്രി. അങ്ങനെ ജബ്ബാറോമ ആൻഡ് ഫാമിലി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കല്യാണാണെങ്കിലും ടൂർ ആണെങ്കിലും ഞങ്ങൾ തന്നെ മെയിൻ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അങ്ങനെ ഞാനും ഫഹുമി ഇപ്പൊ നിൽക്കുന്നത് ഐസ്ക്രീം മേടിക്കാനുള്ള ഒരു നീണ്ട ക്യൂവിലാണ്. ഐസ്ക്രീം ഇട്ടിട്ടുള്ള കളിയൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞങ്ങളിത് ഐസ്ക്രീമിന്റെ തൊട്ടടുത്തെത്തി. അതിന്റെ സന്തോഷത്തിലാണ് ഫഹുമി. പിന്നെ ഉണ്ടായ ട്വിസ്റ്റ്, അത്രയും നേരം നമ്മൾ ക്യൂ നിന്ന് മേടിച്ച ഫഹുമിയുടെ ഐസ്ക്രീം ആരോ തട്ടി താഴെ ഇട്ടു. പിന്നെ കിട്ടിയ ഐസ്ക്രീം ചെറുതായി പോയെന്നുള്ള സങ്കടത്തിലാണ് ഇപ്പോൾ. ചെക്കനും പെണ്ണും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഏത് ഫുഡിനെ കുറിച്ച് ചോദിച്ചാലും തീർച്ചയായും റിസ്വാനാത്ത അഭിപ്രായം പറയുന്നതായിരിക്കും. ഇവൻ എന്തോ കാര്യമായിട്ട് റിസ്വാനാത്തനോട് ചോദിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി പോയ ആശു ഉമ്മായും ഫ്രൂട്ട്സ് തീർന്നു എന്നും പറഞ്ഞ് ചമ്മി തിരിച്ചു വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ നേരത്ത് ഒന്ന് ഫോൺ കയ്യിൽ പിടിക്കാൻ കൊടുത്തതിന്റെ പ്രഹസനാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.